സച്ചിൻ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ നിപയുടെ ഒരു സ്ഥിതി എങ്ങനെയുണ്ട്? ഒന്ന്, ഈ രോഗം ബാധിച്ച ആ യുവതിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് മന്ത്രി തന്നെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒപ്പം തന്നെ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ അവലോകന യോഗം ചേരുകയും ചെയ്തു. രണ്ടാമതാണ്, ഇതുമായി ബന്ധപ്പെട്ട് പരക്കുന്ന വലിയ വ്യാജ പ്രചരണങ്ങൾ. അതിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി പറയുകയും ചെയ്തു. ആദ്യമായി, എങ്ങനെയാണ് ഇപ്പോൾ നിപയുടെ ഒരു സാഹചര്യം? ആ യുവതിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഒപ്പം തന്നെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ അവസ്ഥ, നിലവിൽ ആരോഗ്യവകുപ്പ് എടുത്തിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്? സിജു, നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് പാലക്കാട് നാട്ടുകൽ സ്വദേശിയായിട്ടുള്ള 38 വയസ്സുകാരി. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് യുവതിയുടെ പരിശോധനകളും അതുപോലെ തന്നെ ചികിത്സകളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആന്റിബയോട്ടിക് 2ാം ഡോസും ഇന്ന് നൽകിയിട്ടുണ്ട്. നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് യുവതിയുടെ നില എന്നാണ് ആരോഗ്യമന്ത്രിയും രാവിലെ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, 12 പേരാണ് നിലവിൽ സംസ്ഥാനത്ത് ഐസൊലേഷനിൽ, അതായത് പനി ബാധിച്ച് ഐസൊലേഷനിൽ കഴിയുന്നത് എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന കാര്യവും മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 4 പേരാണ് നിലവിൽ പനി ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് വലിയ ഗുരുതരമല്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അവരുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുകാരിയുടെ ഫലം, അതായത് സ്രവ പരിശോധന നെഗറ്റീവാണ്. അത് ഏറ്റവും സന്തോഷകരമായ കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനം തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ആരോഗ്യമന്ത്രി പാലക്കാട് ജില്ലയിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. അതിനുശേഷം മലപ്പുറം ജില്ലയിലേക്ക് പോയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലും യോഗങ്ങളിൽ പങ്കെടുക്കുമെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ ഒരു ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോകണം എന്ന കാര്യമാണ് മന്ത്രി ജനങ്ങളോടും അതേപോലെ തന്നെ മാധ്യമങ്ങളോടൊക്കെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് കൂടാതെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ നിപ്പ ബാധിച്ച യുവതിയുടെ വീട്ടു പരിസരത്ത് വലിയ രീതിയിലുള്ള വവ്വാലിന്റെ സാന്നിധ്യമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ആ പ്രദേശത്തടക്കം വിദഗ്ധ സംഘത്തിന്റെ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട് എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രി പറഞ്ഞിട്ടുള്ളത്, നിപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണം സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളിലും നടത്തുന്നുണ്ട്. അത്തരം പ്രചരണത്തിനെതിരെ എന്തായാലും കേസെടുത്ത് നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന കാര്യം മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യാജ പ്രസ്താവനക്കെതിരെയും മന്ത്രി രംഗത്തെത്തിയിരുന്നു. കാരണം ലോകത്ത് പോലും ഏറ്റവും മാതൃകയായ പ്രവർത്തനമാണ് നിപ്പയ്ക്കെതിരെ കേരളം ചെയ്തിട്ടുള്ളത്. 70% മരണനിരക്ക് പല രാജ്യങ്ങളിലും ഉണ്ടായപ്പോൾ കേരളത്തിൽ മാത്രമാണ് അത്തരം ഒരു വേറിട്ട ഒരു സംസ്ഥാനമായി മാറി മുന്നേറിയത്.